ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് നമ്മളെ സൃഷ്ടിച്ച് പറഞ്ഞയച്ചതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് പരിശുദ്ധ ഖുർആനും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും ജീവിതത്തിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് അല്ലാഹു വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. ആ ലക്ഷ്യബോധത്തോടുകൂടി ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് വിജയിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സതുപദേശങ്ങൾ പരിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ ഹദീസിന്റെ താളുകളിലും നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിക ചരിത്രങ്ങളെ നമ്മൾ പരതുമ്പോൾ പഠിക്കുന്ന സന്ദർഭങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുന്നിലുള്ള തന്റെ കൂടെയുള്ള അനുചരന്മാർക്ക് ഒട്ടനവധി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിയത് ചരിത്രത്തിൽ നമുക്ക് കാണാം, ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഉപദേശങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഉപദേശങ്ങൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശങ്ങൾ കാണാം. അതുപോലെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരെ മുഴുവൻ സദസ്സിൽ ഇരുത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശങ്ങൾ ഹദീസുകളിൽ കാണാം. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് നൽകിയ 5 ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ചേർത്ത് വെക്കേണ്ട 5 ഉപദേശങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അബൂ ഹുറൈറ, പരലോകത്ത് വിജയിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ചില ഉപദേശങ്ങൾ പകർന്നു തരട്ടെയോ എന്ന്. സ്വഹാബികളെ സംബന്ധിച്ച് നമുക്കറിയാം, അല്ലാഹുവിന്റെ റസൂലിൽ നിന്നൊരു ദീന് കേൾക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിൽ നിന്ന് ഒരു ഇൽമിനെ അവർ പെറുക്കിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് കാത്ത് ചെവിയോർത്തിരിക്കുന്നവരാണ്. ഒരു തലയിൽ പക്ഷി വന്നിരുന്നാൽ ആ പക്ഷി പറന്നു പോകാൻ
പറന്നു പോകാതിരിക്കാൻ വേണ്ടി തല അനക്കാതെ പിടിക്കുന്നത് പോലെ അള്ളാന്റെ റസൂലിന്റെ ഉപദേശ നിർദ്ദേശങ്ങളും ആ പ്രവാചകന്റെ സാരോപദേശങ്ങളെ കേൾക്കാൻ ചെവികൂർപ്പിച്ചിരിക്കുന്ന സ്വഹാബികളിലെ ഇൽമിന്റെ കാര്യത്തിൽ ദീൻ പഠിക്കാൻ താല്പര്യപ്പെടുന്ന കാര്യത്തിൽ മുൻപന്തിയിലാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, പരലോകത്ത് വിജയിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ നൽകട്ടെയോ എന്ന്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഉപദേശം കേൾക്കാൻ കാത്തിരിക്കുന്ന സ്വഹാബി, ആ സ്വഹാബിയോട് റസൂലുള്ളാഹി നൽകിയ 5 ഉപദേശങ്ങളിൽ ഒന്ന്, പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ, ഇത്തഖി മഹാരിം, നീ ഹറാമുകളെ നീ സൂക്ഷിക്കണം. ഹറാമുകളെ നിന്റെ ജീവിതത്തിൽ നിന്ന് നീ തുടച്ചു മാറ്റണം, അതിനെ നീ സൂക്ഷിക്കണം. തകുൻ അഅബദൻ നാസ്, നിനക്ക് ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ദാസനായി നിനക്ക് മാറാൻ കഴിയും. ഏറ്റവും നല്ല ദാസനാവാം നിനക്ക് എന്തുണ്ടെങ്കിൽ ഇത്തഖി മഹാരിം, ഹറാമുകളെ നീ സൂക്ഷിക്കുകയാണെങ്കിൽ. സഹോദരങ്ങൾ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു അടിമയായി മാറാൻ, അള്ളാഹുവിന് താല്പര്യമുള്ള റബ്ബിന്റെ തൃപ്തിയോടുകൂടി ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് പരലോകത്ത് രക്ഷപ്പെടുന്ന ഒരു അടിമയായി മാറാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഹറാമുകളോട് വിട പറയുന്നവരാകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയോട് പറഞ്ഞു കൊടുത്ത ഈ ഉപദേശം ലോകത്ത് ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക്, ലോക മനുഷ്യർക്കുള്ള ഉപദേശമാണ്. ഇത് ഉൾക്കൊള്ളാനുള്ള പക്വതയും പാകതയും നമുക്കുണ്ടാവണം. പക്ഷേ ഹറാമുകളുടെ ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണത്തിന്റെ കാര്യമെടുക്കുമ്പോ ഹറാമാണ് പല സന്ദർഭങ്ങളിൽ മനുഷ്യർ തിന്നുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളായ ആളുകളെ, ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, അന്യന്റെ മുതൽ നിങ്ങൾ തിന്നരുതെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി മനുഷ്യനോട് അല്ലാഹു കൽപ്പിക്കുന്നത് കാണാം. വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത് കാണാം. പലിശയുടെ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത മനുഷ്യരുണ്ട് ഭൂമിയിൽ. അല്ലാഹു പറഞ്ഞ സകല നിബന്ധനകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഹറാമായ സമ്പാദ്യം ഭൂമിയിൽ സമ്പാദിച്ചുകൊണ്ട് പലിശ വാങ്ങിയും അത് കൊടുത്തും അതിന് കൂട്ടുനിന്നും ജീവിക്കുന്നവർ, ആക്കിലുർ റിബാ വമുക്കിലഹു വകാതിബഹു വശാഹിദൈ ഖാലഹും സവാഉൻ, പലിശ വാങ്ങുന്നവനും പലിശ തിന്നുന്നവനും അത് തീറ്റിക്കുന്നവനും അതിന് കൂട്ടുനിൽക്കുന്നവനും കൈയെടുത്തിടുന്നവനും സാക്ഷി നിൽക്കുന്നവനും ഹും സവാഉൻ, എല്ലാവരും ഒരുപോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിനെ എത്ര തവണ നമ്മൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ പലിശയുടെ വിഷയത്തിൽ എന്റെയും നിങ്ങളുടെയും നിലപാടെന്നാൽ, ബാങ്കുകളിൽ സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമ്പത്തിന്റെ ഇൻട്രസ്റ്റിന്റെ വിഹിതം സഹോദരങ്ങളെ മാറ്റിവെച്ചവരാണോ നമ്മൾ? അതെന്റെ ഭക്ഷണത്തിലേക്ക് വരരുത്, എന്റെ മക്കൾക്ക് ഞാൻ കൊടുക്കുന്ന ഭക്ഷണത്തിലേക്ക്, അവർ കൊടുക്കുന്ന വസ്ത്രത്തിലേക്ക്, ഞാൻ കെട്ടിപ്പടുത്ത വീടിന്റെ ഓരോ ചുവരുകളിലേക്ക് വെക്കുന്ന കല്ലുകളിലും അതിൽ കൂട്ടിച്ചേർത്ത സിമന്റുകളിലോ എന്റെ വീടിന് ഹറാമായ ഒരു രൂപ പോലും കടന്നു വരുമെന്ന് ചിന്തിക്കാൻ കഴിയുന്ന രൂപത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവർ എത്ര ആളുകളുണ്ടാകും? ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമല്ലേ? ഹറാമുകളുടെ വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ നൽകിയ ഉപദേശമാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. കച്ചവടം നടത്തുന്ന സമയത്ത് രാവിലെ ചെന്നിരുന്നിട്ട് കച്ചവടം നടത്തുന്ന സമയത്ത് ഡ്യൂപ്ലിക്കേറ്റിനെ ഒറിജിനലാണെന്ന് പറഞ്ഞ് കച്ചവടം ചെയ്യുന്നവർ, പഴയതിനെ പുതിയതാണെന്ന് പറഞ്ഞ് കച്ചവടം ചെയ്യുന്നവർ, അള്ളാഹു നിഷിദ്ധമാക്കിയ വസ്തുക്കളെ കച്ചവടം ചെയ്യുന്നവർ, ഇങ്ങനെ അന്യരെ പറ്റിച്ച് ജീവിക്കുന്ന മനുഷ്യരുണ്ട് ഭൂമിയിൽ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നിങ്ങൾ തിന്നുന്നത് നരകമാണ്. നിങ്ങളൊരു വ്യാപാരം നടത്തുന്നുവെങ്കിൽ, നിങ്ങളൊരു കച്ചവടം നടത്തുന്നുവെങ്കിൽ അത് ഹലാലാകണമെങ്കിൽ വാങ്ങുന്നവനും കൊടുക്കുന്നവനും തൃപ്തിയാവണം. അതാണ് കച്ചവടം ഹലാലാകുന്നതിന്റെ മാനദണ്ഡമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. നമ്മുടെ ഇടപാടുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് കയറി വരുന്നു, ജടകുത്തിയ മുടിയുമായി അഴുക്കുപുരണ്ട വസ്ത്രവുമായി പള്ളിയിലേക്ക് കയറി വരുന്ന മനുഷ്യൻ പള്ളിയിൽ വന്നിരുന്നിട്ട് യമുത്തു യദൈഹി ഇലസ്സമാ, അയാളുടെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചു. യാ റബ്ബു യാ റബ്ബു, എന്റെ നാഥ എന്ന് പറഞ്ഞ അയാൾ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വമത്മഅഹു ഹറാം, ആ പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ കുറിച്ച് റസൂലുള്ളാഹി പറയാൻ,
മത്മഅഹു ഹറാം, അയാൾ തിന്നുന്ന ഭക്ഷണം ഹറാമാണ്. വമൽബസഹു ഹറാം, ഉടുത്തിരിക്കുന്ന വസ്ത്രം ഹറാമാണ്. വമശ്റബഹു ഹറാം, കുടിക്കുന്ന പാനീയം ഹറാമാണ്. നോക്കൂ നിങ്ങൾ, വഗുദിയ ബിൽ ഹറാം, ഹറാമിനാൽ ഊട്ടപ്പെട്ട ജീവിതമാണ് ആ മനുഷ്യൻ നയിക്കുന്നതെങ്കിൽ ഫഅന്നാ യുസ്തജാബു ലഹു, എങ്ങനെയാണ് അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുക? ഹറാം തിന്നുന്നവന്റെ, ഹറാമുമായി ഇടപഴകുന്നവന്റെ, ഹറാമിലൂടെ ജീവിതം നയിക്കുന്നവന്റെ ദുആക്ക് പോലും വിലയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൗരവമല്ലേ പ്രിയമുള്ളവരെ, ഗൗരവമല്ലേ? അല്ലാഹുവിന്റെ അടുക്കലേക്ക് നമ്മുടെ പ്രാർത്ഥന എത്തുന്നില്ലെന്നർത്ഥം. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല സഹോദരങ്ങളെ, സംസാരത്തിൽ ഹറാമ് വന്നുകൂടാ, നോട്ടത്തിൽ ഹറാമുണ്ടായിക്കൂടാ, നടത്തത്തിൽ ഹറാമിലേക്ക് നടന്നുകൂടാ, ഹറാമായത് പിടിച്ചുകൂടാ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഹദീസുകൾ നമുക്ക് കാണാം. അതുകൊണ്ട് ഹറാമിലേക്ക് ജീവിതം നയിക്കുന്നവരായി നമ്മൾ മാറിക്കൂടാ. എവിടെയെങ്കിലും സംഗീതത്തിന്റെ അകമ്പടികളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ലോകമാണിത്. ഏത് ഭാഗത്ത് തിരിഞ്ഞാലും സംഗീതം. മൊബൈലെടുത്താൽ മൊബൈലുകളിൽ ഷോർട്ട് വീഡിയോകൾ കണ്ട് ജീവിതം തുലക്കുന്ന മനുഷ്യരുടെ മുന്നിലാണുള്ളത്. എന്താണ് ഹറാമ് ഹലാൽ എന്ന് വേർതിരിക്കാൻ ഇന്നും നമ്മൾ തീരുമാനമായിട്ടില്ല. പല ആളുകൾക്ക് മാറണ്ടേ പ്രിയമുള്ളവരെ, മാറ്റണ്ടേ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് എന്ത് കാണണം, ഞാൻ എന്റെ കാതുകൊണ്ട് എന്ത് കേൾക്കണം എന്ന് അല്ലാഹു നമ്മളെ പഠിപ്പിച്ചു. നമ്മളെ സൃഷ്ടിച്ച നാഥൻ നമ്മളെ പഠിപ്പിച്ചു. ആ വാക്കിന് നമ്മൾ വില വെച്ചോ? ആ വാക്കിന് നമ്മൾ വില വെച്ചിട്ടുണ്ടോ? സ്വയം എന്നോടും നിങ്ങളോടും സഹോദരങ്ങളെ ചോദിക്കുന്ന ചോദ്യമാണ് പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യം. അതുകൊണ്ട് ഹറാമുകളെ സൂക്ഷിക്കാൻ, ഹറാമുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. രണ്ടാമത്തെ വിഷയം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5 ഉപദേശങ്ങളിൽ ഒന്ന് ഇത്തഖി മഹാരിം, നിങ്ങൾ ഹറാമിനെ സൂക്ഷിക്കണം, ഹറാമുകളെ നിങ്ങൾ സൂക്ഷിക്കണം. തകുൻ അഅബദൻ നാസ്, എങ്കിൽ നിനക്ക് നല്ല ഒരു ദാസനായി നിനക്ക് മാറാൻ കഴിയും. രണ്ടാമത് വർളി ബിമാ ഖസമല്ലാഹു ലഹു, യർളി ബിമാ ഖസമല്ലാഹു ലഹു, അല്ലാഹു നിനക്ക് തന്നതിനെ നീ തൃപ്തിപ്പെട്ട് ജീവിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ഉപദേശമാണ്. യർളി ബിമാ ഖസമല്ലാഹു ലഹു, അല്ലാഹു നിനക്ക് തന്നതിനെ നീ തൃപ്തിപ്പെട്ട് ജീവിക്കുക. എങ്കിൽ തകുൻ അഗ്നൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ധന്യതയുള്ളവനായി നിനക്ക് മാറാം. ഭൂമിയിലെ ഇഹലോകത്തും പരലോകത്തും ഒരു ധന്യത ലഭിക്കണമെങ്കിൽ സഹോദരങ്ങളെ, അള്ളാന്റെ റസൂലിന്റെ ഉപദേശം നിങ്ങൾ അള്ളാഹുവിനെ, അള്ളാഹു തന്നതിനെ തൃപ്തിപ്പെട്ട് ജീവിക്കണം. മനുഷ്യരെങ്ങനെ പലിശയ്ക്ക് പോണത്? കിട്ടിയത് പോരാന്ന് തോന്നുമ്പോ ഹറാമ് സമ്പാദിക്കാൻ ഇറങ്ങി പുറപ്പെടും. തോന്നിവാസങ്ങളിലേക്ക് ആളുകൾ പോകുന്നത് കിട്ടിയതിൽ തൃപ്തിയില്ലാത്തത് കൊണ്ടാണ്. എത്ര ലളിതമായതാണെങ്കിലും അതിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലാഹു തന്ന നിഅമത്തുകളുടെ വലിപ്പം മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നല്ലാഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്നതിനെ തൃപ്തിപ്പെടാനുള്ള മാർഗം റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നത്, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണം. ഇൽമിന്റെ കാര്യത്തിലല്ല സഹോദരങ്ങളെ, ദുനിയാവിന്റെ കാര്യത്തിൽ, സമ്പാദ്യത്തിന്റെ കാര്യത്തിൽ, ഭംഗിയുടെ കാര്യത്തിൽ, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണം. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. മുകളിലുള്ള ആളുകളെ, വീടും എല്ലാം മണിമാളിക കെട്ടി ജീവിക്കുന്ന ആളുകളെ കണ്ടിട്ട് നമ്മൾ വിലയിരുത്തിയാൽ എനിക്ക് പടച്ചോനൊന്നും തന്നിട്ടില്ല നമുക്ക് തോന്നാം. അപ്പൊ അവരിലേക്ക് നിങ്ങൾ നോക്കണ്ട. ചോർന്നൊലിക്കുന്ന വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തി നോക്കേണ്ടത് എവിടെയാണ്? സഹോദരങ്ങളെ, അങ്ങാടിയിൽ ഈ കടയുടെ സെൽസെന്ന് താഴ്ത്തിയെങ്കിൽ എനിക്കൊന്ന് തലചായ്ക്കാമായിരുന്നു ഈ കടത്തിണ്ടയിൽ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരിലേക്ക് നോക്കുമ്പോ നമുക്ക് റബ്ബ് തന്ന നിഅമത്തിന്റെ വലുപ്പം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്താണെന്നറിയോ? വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. വഹുവ അജ്ദറു അല്ലാ യസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു തന്ന നിഅമത്തിന്റെ വലുപ്പം മനസ്സിലാവാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗ്ഗം അതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. റബ്ബ് തന്നത് തൃപ്തിപ്പെടുക മാത്രമല്ല സഹോദരങ്ങളെ, അതിന് ശുക്ർ കാണിക്കുന്ന ഒരു മനസ്സുകൂടി ഉണ്ടാവണം.
അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ ഉറക്കം വരാതെ പുറത്തിറങ്ങുന്ന ഒരു രംഗമുണ്ട് ചരിത്രത്തിൽ. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഴിയിൽ വെച്ച് റസൂലുള്ളാഹിനെ കണ്ടു. രാത്രി നട്ടപ്പാതിരാക്കി ആരും പുറത്തിറങ്ങാത്ത സമയത്ത് അള്ളാന്റെ റസൂൽ പുറത്തിറങ്ങി. അബൂബക്കറിനെയും ഉമറിനെയും വഴിയിൽ വെച്ച് കണ്ടു. അവരും ഇറങ്ങിയത് വിശപ്പോണ്ടാണ്. വീട്ടിൽ പട്ടിണിയാ ഒന്നുമില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, റസൂലേ, എന്തേ നബി രാത്രിയിൽ നിങ്ങൾ പുറത്തിറങ്ങാനുള്ള കാരണം? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വല്ലാഹി റബ്ബിനെ തന്നെയാണ് സത്യം അബൂബക്കറെ, നിങ്ങൾ എന്തൊരു കാരണം കൊണ്ടാണോ നിങ്ങൾ രണ്ടാളും പുറത്തിറങ്ങിയത് അതേ കാരണമാണ് എന്നെയും പുറത്തിറക്കിയതെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നടന്നു നീങ്ങ. അൻസാരി സ്വഹാബിയുടെ ഈത്തപ്പഴത്തോട്ടത്തിന്റെ അടുത്തെത്തിയപ്പോ രാത്രിയിൽ ആ തോട്ടത്തിന് കാവൽ നിൽക്കുന്ന, അതിന് സംരക്ഷണം നൽകുന്ന സഹോദരങ്ങളെ, ആ തോട്ടത്തിന്റെ ഉടമ അള്ളാന്റെ റസൂലിനെ കണ്ടുമുട്ടുകയാണ്. അള്ളാന്റെ റസൂലിനെ കണ്ടുമുട്ട ഈത്തപ്പഴം പറിച്ച് ഈ വിവരമറിഞ്ഞപ്പോ, പട്ടിണിയുടെ വിശപ്പിന്റെ കാഠിന്യം അറിഞ്ഞപ്പോ ആ സ്വഹാബി പഴുത്തു നിൽക്കുന്ന ഈത്തപ്പഴങ്ങൾ പറിച്ച് റസൂലുള്ളാഹിന്റെ കൈകളിലേക്ക് കൊടുത്തു. ഒരു പിടി പറിച്ച് അബൂബക്കറിന്റെ കൈയിലേക്കും ഉമറിന്റെ കൈയിലേക്കും കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഈത്തപ്പഴം കഴിക്കാൻ തുടങ്ങി. കഴിച്ചു തുടങ്ങുമ്പോ തന്റെ കയ്യിലുള്ള വിരലിലെണ്ണാവുന്ന ആ ഈത്തപ്പഴങ്ങളിലേക്ക് നോക്കി അള്ളാഹുവിന്റെ റസൂൽ വിതുമ്പാൻ തുടങ്ങി. സ്വഹാബികൾ ചോദിച്ചു, നബി, എന്റെ റസൂലെ, ഇത്ര നേരം പട്ടിണി കിടന്ന് നമുക്ക് അല്ലാഹു ഒരു നിഅമത്ത് തന്നപ്പോ എന്തിനാ റസൂലെ നിങ്ങൾ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറെ, ഉമറെ, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നമുക്ക് അല്ലാഹു തന്ന നിഅമത്തുകൾക്ക് എന്റെ റബ്ബിനോട് ഞാൻ മറുപടി പറയണ്ടേ? എനിക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എനിക്ക് എന്റെ റബ്ബിനോട് മറുപടി പറയണ്ടേ എന്ന് ചിന്തിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അത്ര നേരം പട്ടിണി കിടന്ന ആ സന്ദർഭത്തിലും കിട്ടിയതിൽ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്ന സ്വഹാബി, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയ പാഠം എന്താണ് സഹോദരങ്ങളെ? ശുക്റുണ്ടോ? അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഡൈനിങ് ടേബിളുകളിൽ നിരത്തി വെച്ച ഭക്ഷണത്തളികകളിൽ അതേ തികണില്ല, എത്ര വെച്ചാലും തികണില്ല. കുട്ടിക്കളയുന്നവർ, നശിപ്പിക്കുന്നവർ, സമ്പത്ത് ദൂർത്തടിക്കുന്നവർ ഒക്കെ ഭൂമിയിലുണ്ട്. അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്ന മനസ്സിന്റെ ഉടമകളാകാൻ. നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണേ. വലാ തക്ഫുറൂൻ, എന്നോട് നിങ്ങൾ നന്ദി കേട് കാണിക്കരുത്. സഹോദരങ്ങളെ, അള്ളാഹു തന്നതിന് തൃപ്തിപ്പെടുക എന്ന് മാത്രമല്ല നമ്മുടെ ബാധ്യത, മറിച്ച് അള്ളാഹു തന്നതിന് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ പരിപൂർണമായും അതിന് നന്ദി കാണിച്ചുകൊണ്ട്, അള്ളാഹ്ക്ക് ശുക്ർ കാണിച്ചുകൊണ്ട് നന്ദിയുള്ള ഒരു അടിമയായി ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് റബ്ബിന്റെ കൽപ്പനകളെ സ്വീകരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്ന് പഠിപ്പിച്ചു, ഇത്തഖി മഹാരിം, നിങ്ങൾ ഹറാമുകളെ സൂക്ഷിക്കണം. 2, വറബിമാ ഖസമല്ലാഹു ലക, അല്ലാഹു നിങ്ങൾക്ക് തന്ന നിഅമത്തുകളെ, അല്ലാഹു നിങ്ങൾക്ക് തന്ന പിന്നെ അനുഗ്രഹങ്ങളെ, അതിനെ നന്ദി കാണിക്കുന്ന, തൃപ്തിപ്പെടുന്ന മനസ്സുള്ള ആളുകളായി മാറാം. 3ാമത്തെ കാര്യം, വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുസ്ലിമാ. നീ ഒരു മുസ്ലിമായി മാറുന്നത് എപ്പോഴാണ്? ഒരു മുസ്ലിമിന്റെ ഗുണങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. നീ നിന്റെ അയൽവാസിക്ക് നന്മ ചെയ്യും. നിന്റെ അയൽവാസിക്ക് നീ നന്മ ചെയ്യണം. എങ്കിൽ ഒരു മുസ്ലിമായി മാറാം. അയൽവാസിയുടെ ജാതി ഏതാണെന്നോ, അയൽവാസിയുടെ മതം ഏതാണെന്നോ, അയൽവാസിയുടെ ആദർശം എന്താണെന്നോ ഒന്നുമല്ല പ്രശ്നം. അയൽവാസിക്ക് നന്മ ചെയ്യുന്നവനായി മാറാം. ഇതൊരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അതൊരു വിശ്വാസിയുടെ, അയൽവാസിയുടെ ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളെ തിരിച്ചറിയാൻ ഒരു മുസ്ലിമായ അയൽവാസിക്ക് കഴിയണം. അതൊരു മുസ്ലിമിന്റെ കടമയാണ്. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون.
പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു ബോധ്യപ്പെടുത്തുക. അല്ലാഹു കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവരെ കുറിച്ച് പരിശുദ്ധ ഖുർആനിന്റെ ശൈലി. അല്ലാഹു കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവർ ഭൂമിയിലെ കുഴപ്പക്കാർ അവരാണെന്ന് അല്ലാഹു പറഞ്ഞു. ഭൂമിയിലെ കുഴപ്പക്കാർ കുടുംബ ബന്ധം അതിൽപ്പെട്ടു, ആദർശ ബന്ധം അതിൽപ്പെട്ടു, അയൽപക്ക ബന്ധം അതിൽപ്പെട്ടു. ഈ 3 ബന്ധങ്ങളുടെ പവിത്രത അല്ലാഹു ആയത്തിലൂടെ എടുത്തു പഠിപ്പിക്കുകയാണ്. അയൽവാസിയോട് നന്മ ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. പരിശുദ്ധ ഖുർആനിൽ റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന ആയത്ത് നമ്മൾ ഒരുപാട് ഓതാറുള്ള വചനങ്ങളാണ്, സൂറത്തുകളാണ്. സൂറത്തുൽ മാഊൻ റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ കളവാക്കിയവനെ നീ കണ്ടുവോ എന്ന് ചോദിക്കുന്ന പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ റസൂലിനോട്. അതിൽ 5 സ്വഭാവങ്ങൾ എടുത്തു പറയുന്നുണ്ട് അല്ലാഹു. മതത്തെ കളവാക്കുന്നവരുടെ 5 സ്വഭാവങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അതിൽ 5ാമത്തെ സ്വഭാവം എന്താണെന്നറിയോ? വയംനഊനൽ മാഊൻ, പരോപകാര വസ്തുക്കൾ കൊണ്ട് ഉപകാരം ചെയ്യാത്തവരാണ്. പരോപകാര വസ്തുക്കൾ കൊണ്ട് ഉപകാരം ചെയ്യാത്ത ആൾക്കാർ. എന്താ ഈ പരോപകാര വസ്തു? അയൽവാസി വന്നിട്ട് ചോദിക്കണേ, നിങ്ങളെ കത്തി ഒന്ന് തരി എന്ന് പറഞ്ഞാൽ നമ്മുടെ കത്തിക്ക് ഇല്ലാത്ത കംപ്ലൈന്റ് ഉണ്ടാവില്ല. ആ സമയത്ത് എല്ലാം പ്രശ്നം. കൊടുക്കാൻ മനസ്സില്ല. ഈ കൊടുത്താൽ തന്നെ തിരിച്ചുകൊണ്ടിരുമ്പോ അതിന് 100 കുറ്റം പറയാണ്ടാവും. നമുക്ക് കൊണ്ടുപോകുമ്പോ അങ്ങനെയല്ലല്ലോ. കാരണം ഇതിന് തൃപ്തിയില്ല നമ്മൾ കൊടുത്തില്ലേ നടത്താം അല്ലേ? അയൽവാസി വീട്ടിലേക്ക് കയറി വന്നു രാത്രിയിൽ, നിങ്ങളെ വാഹനം ഒന്ന് തരുമോ? ഉപ്പാക്ക് സുഖല്ല, ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനാണെന്ന് അയൽവാസി വന്നുകൊണ്ട് ചോദിക്കുമ്പോ നമ്മുടെ മനസ്സിൽ ഒരു മുറുമുറുക്കലാണെങ്കിൽ നമ്മുടെ വാഹനം കൊണ്ട് ഒരു ഉപകാരമില്ല, ഭൂമിയിലെ ഒരു ഉപകാരമില്ല. നമ്മളത് കൊടുക്കാൻ മടിക്കലുണ്ടെങ്കിൽ പരിപൂർണമായ ഒരു മുസ്ലിമായി നമ്മൾ മാറിയിട്ടില്ലെന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന വാചകം എന്താ? വഅഹ്സിൻ ഇലാ ജാരിക തുകുൻ മുസ്ലിമാ. ആലോചിച്ച് നോക്കി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയൽപക്ക ബന്ധത്തിന്റെ മഹിമ പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ജിബ്രീൽ അയൽവാസിയോട് ഞാൻ ചെയ്യേണ്ട കടമകളും കടപ്പാടുകളും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് വിശദീകരിച്ചു തന്നു. ജിബ്രീൽ ഇങ്ങനെ വിശദീകരിക്കുന്നത് കേട്ടപ്പോ എന്റെ മനസ്സിൽ തോന്നിപ്പോയി, ജിബ്രീലിന്റെ വിശദീകരണം കേട്ട് എന്റെ മനസ്സിൽ തോന്നിപ്പോയി, എന്റെ അനന്തരാവകാശ സ്വത്തിൽ നിന്ന് അയൽവാസിക്ക് വിഹിതിച്ചു കൊടുക്കണമെന്നെങ്ങാനും അല്ലാഹു ജിബ്രീൽ പറയുമോ എന്ന് തോന്നിപ്പോകുമാറ് അത്രത്തോളം വിശദീകരിച്ചു. അയൽപക്ക ബന്ധത്തിന്റെ ബാധ്യതകളെ കുറിച്ച്, അവരോട് ചെയ്യേണ്ട കടമകളെ കുറിച്ച് ജിബ്രീൽ വിശദീകരിച്ചപ്പോ തോന്നിപ്പോയി, അയൽവാസിക്ക് അനന്തര സ്വത്തിൽ പങ്കുണ്ടാകുമോ എന്ന് വരെ റസൂലുള്ളാഹിക്ക് തോന്നിപ്പോകുമാറ് ജിബ്രീൽ വിശദീകരിച്ചു. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ അയൽപക്ക ബന്ധത്തെ ഒരു കൂസലുമില്ലാതെ മുറിച്ചു കളയുന്ന മനുഷ്യരുണ്ട്. നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ അയൽപക്ക ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ വരുത്തുന്ന ആളുകളുണ്ട്, വെറുപ്പോടുകൂടി കാണുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, വിശ്വാസികളെ സംബന്ധിച്ചത് അതൊരു നല്ല സ്വഭാവത്തിൽപ്പെട്ടതല്ല. പൊരുത്തപ്പെട്ടു കൊടുക്കാനും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനും കഴിയുന്ന ആളുകളായി മാറാം. അവർക്ക് നന്മ ചെയ്യണമെന്ന നല്ലൊരു കറി വീട്ടിലുണ്ടാക്കിയാൽ അതെന്നാണ് കൊണ്ടേ കൊടുക്കാൻ, ഒരു വിഹിതം അവർക്കും മാറ്റിവെക്കാൻ, വീട്ടിൽ എന്തെങ്കിലും ഒരു നല്ല സംഭവങ്ങൾ നടക്കുമ്പോ അതിൽ അവരെ പങ്കാളികളായി ചേർക്കാൻ ഒക്കെ നമുക്ക് കഴിയണം. അയൽവാസി മതം നോക്കിയോ ജാതി നോക്കിയോ അയൽവാസിയുടെ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നവനല്ല മുസ്ലിം, മറിച്ച് മനുഷ്യനെന്ന പരിഗണനയിൽ അയൽപക്ക ബന്ധങ്ങളെ നിലനിർത്താൻ കഴിയാ. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, 4ാമത്തെ കാര്യം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തുകുൻ മുസ്ലിമാ. وأحب للناس ما تحب لنفسك تكن مؤمنا. ഒരു മുഅ്മിനായി നിനക്ക് മാറാൻ കഴിയണമെങ്കിൽ നിന്റെ സ്വഭാവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അയൽപക്ക ബന്ധത്തെ കൂട്ടിച്ചേർക്കുന്നവനാണ് മുഅ്മിൻ. എന്നാൽ അതേപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന വിഷയം പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടത് നിന്റെ സഹോദരന് ഇഷ്ടപ്പെടുമ്പോഴാണ് നീ ഒരു മുഅ്മിനായി മാറുന്നത്, ഒരു മുസ്ലിമായി നീ മാറുന്നത്. ഒരു മുഅ്മിനിന്റെ ഗുണം, ഒരു മുസ്ലിമിന്റെ ഗുണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്തോ ദാനം ചെയ്യുന്ന സ്വഭാവം, ദാനധർമ്മത്തിന് പ്രചോദനം നൽകുന്ന ഒരു വാക്കാണ്. നിന്റെ കയ്യിൽ കുറെ ഉണ്ട് എന്നുള്ളതല്ല, ഞാൻ കുറെ കൊടുക്കുകയാണ് എന്നുള്ളതല്ല. എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും കൊടുത്തിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സിനാണ് പ്രാധാന്യം. കുറെ കൊടുക്കുക എന്നുള്ളതല്ല.
സഹോദരങ്ങളെ, കൊടുക്കാൻ കയ്യിലുണ്ടെങ്കിൽ എടുത്തു കൊടുക്കുന്ന വേണം. പ്രയാസപ്പെടുന്നവർക്ക് അവകാശപ്പെട്ടതാണ് നമ്മുടെ സമ്പത്ത്. അത് സ്വതക്ക ചെയ്യുന്ന മനസ്സ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ സഹോദരന് നൽകുമ്പോഴാണ് നിങ്ങൾ മുഅ്മിനാവുക എന്ന ആയത്ത് അവതരിപ്പിച്ചപ്പോ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, റസൂലേ, എന്റെ കയ്യിലുള്ളത് ബൈറുഹാ എന്ന തോട്ടമാണ്. ഈത്തപ്പഴങ്ങൾ കൊണ്ട് കുനുകുനാ ഈത്തപ്പഴങ്ങൾ കുലുത്തു നിൽക്കുന്ന, അതേ പച്ചപ്പ് നിറഞ്ഞ ആ അരുവികൾ ഒഴുകുന്ന ആ ഈത്തപ്പഴത്തോട്ടം മദീനയിലെ ശ്രദ്ധേയമായ ഒരു തോട്ടമാണ് ബൈറുഹാ. ആണ് എന്റെ കയ്യിലുള്ളത് റസൂലേ, ഞാനത് ദാനം ചെയ്യട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ട മുതലും അല്ല, ഞാനത് കൊടുക്കട്ടെ. അബൂ തൽഹത്തുൽ അൻസാരിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ തൽഹ, നിന്റെ കുടുംബത്തിലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്ക് നീ കൊടുക്കും, അവർക്ക് മുൻഗണന കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം രണ്ട് കൂലിയാ, സദഖയുടെ കൂലിയുണ്ട്, കുടുംബബന്ധം വിളക്കി ചേർത്തതിന്റെ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് അവർക്ക് ആദ്യം കൊടുക്കും, എന്നിട്ട് പുറമെ കൊടുത്താൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അവിടെ റസൂലുള്ളാഹി ദാനം ചെയ്യാനുള്ള ഈ ആയത്തിറങ്ങിയപ്പോൾ സഹാബ എടുത്തു കൊടുക്കാൻ. സഹോദരങ്ങളെ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നീ ഒരു മുസ്ലിമായ ഒരു മുഅ്മിനായി നിനക്ക് മാറാൻ സാധിക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ എന്ത് വേണം? വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക. നിനക്ക് ഇഷ്ടപ്പെട്ടത് ദാനം ചെയ്യുക, എടുത്തു കൊടുക്കുക. പിശിക്കുന്ന സ്വഭാവം ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أيها الإخوان والأخوات، اتقوا الله عباد الله، أوصيكم ثانيا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നൽകിയ 5 ഉപദേശങ്ങളിലെ 4 ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. 5ാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, നമുക്ക് കാണാം. ഫലാ തുക്സിറു ളഹിക, നിങ്ങൾ അമിതമായി ചിരിക്കരുത്. ഫഇന്ന ളഹിക തുമീതുൽ ഖൽബ്, അമിതമായ ചിരി എന്നുള്ളത് തുമീതുൽ ഖൽബ്, നിങ്ങളുടെ മനസ്സിനെ മരവിപ്പിച്ച് കളയും. ഇസ്ലാമിൽ ചിരിക്കണ്ട എന്ന് വിധിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ച സന്ദർഭങ്ങളുണ്ട്. പക്ഷേ ചിരി ഒരു ഹോബിയായി സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട്. ചിരിക്കാൻ വേണ്ടി നുണ പറയാ, കഥകൾ കെട്ടിപ്പറഞ്ഞുണ്ടാക്കി നടക്കുക, അങ്ങനത്തെ സ്വഭാവം സ്വീകരിച്ച് നടക്കുന്ന ആളുകൾ നമ്മുടെ ഭൂമിയിൽ നമുക്ക് കാണാൻ പറ്റും. അതിനുവേണ്ടി പിന്നെ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി ഷോകൾ ഉണ്ടാക്കി നടക്കുന്ന മനുഷ്യരുണ്ട് ഭൂമിയിൽ. അതിനായിട്ട് വീഡിയോ എടുക്കാനും അതിനായിട്ട് ഓരോ കോമാളി വേഷങ്ങൾ കെട്ടാനും ആളുകളുണ്ട്. എന്നിട്ട് അത് യൂട്യൂബിൽ കയറ്റുക, അത് കണ്ട് പൊട്ടന്മാര് കുറെ ആൾക്കാർ മാറി അങ്ങനെ ചിരിച്ചു നടക്കുക. ഇങ്ങനെ കുറെ മനുഷ്യരുണ്ട് ഭൂമിയിൽ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്മിനിന്റെ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യങ്ങളിലൊന്നാണ് ഫലാ തുക്സിറു ളഹിക. അതൊരു ഹോബിയായി സ്വീകരിച്ചിട്ട് നടക്കരുത്. ഫഇന്ന ളഹിക തുമീതുൽ ഖൽബ്, നിങ്ങളുടെ മനസ്സിനെ മരവിപ്പിച്ച് കളയുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്ക്, നിങ്ങൾ റസൂലുള്ളാഹി ചിരിച്ച സന്ദർഭങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അധികമായി റസൂലുള്ളാഹി കരഞ്ഞുപോയ രംഗങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലൗ തഅലമൂന മാ അഅലം, ഞാൻ അറിഞ്ഞതിനെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. നരകത്തെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ സൂചിപ്പിച്ച വിഷയമാണ് ലൗ തഅലമൂന മാ അഅലം,
ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലളഹിത്തും ഖലീലാ വലബഖൈതും കസീറാ. ലളഹിത്തും ഖലീലാ, നിങ്ങൾ കുറച്ച് മാത്രമേ ചിരിക്കുകയുള്ളൂ. വലബഖൈതും കസീറാ, നിങ്ങൾ ധാരാളം കരയുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിന്റെ ആഴവും നരകത്തിന്റെ ഭീതിയും നരകത്തിന്റെ ഭയാനകതയും ഞാൻ അറിഞ്ഞ പോലെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തെ നമ്മളാണ് വിലയിരുത്തേണ്ടത്. ഈ ഭൂമിയിൽ നിന്ന് ഏത് സമയത്തും വിടവാങ്ങേണ്ടവരാണ്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ ചിരി വർദ്ധിപ്പിച്ച് കൽബ് മരവിച്ചാലുണ്ടാകുന്ന പ്രശ്നമെന്താ? കൽബ് മരവിച്ചാലുണ്ടാകുന്ന പ്രശ്നം എന്താ? ഒന്ന്, മരണചിന്ത ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടും. ചില ആളുകൾക്ക് എത്ര തസ്കിയത്ത് കൊടുത്താലും മാറൂല, മാറി ചിന്തിക്കൂല. പറഞ്ഞു കൊടുത്താൽ മരണം കണ്ടാലും ശരി ഹൃദയം കുലുങ്ങൂല. എത്ര പരീക്ഷണങ്ങൾ നേരിട്ടാലും ശരി ഹൃദയത്തിൽ മാറ്റം വരില്ല. കടുത്തുപോയ ഹൃദയങ്ങളായി ചില ഹൃദയങ്ങൾ മാറും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഫതുബിഅ അലാ ഖുലൂബിഹിം, ഹൃദയത്തെ പൂട്ടിട്ടു എന്ന് പറഞ്ഞു. അത്തരം പൂട്ടിട്ടു പോയ നിഫാഖിന്റെ ഉടമകളായി മാറാതിരിക്കാൻ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം. ധാരാളം നിങ്ങൾ മരണത്തെക്കുറിച്ച് ഓർക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ സ്വപ്നങ്ങൾക്കും തിരശ്ശീലയിടുന്ന മരണം ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം. ആ ഒരു ഓർമ്മയോടുകൂടി ജീവിക്കാം, ആ ഒരു ഓർമ്മയോടുകൂടി മുന്നോട്ട് പോകും. അതുപോലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വിവരിക്കുന്ന പണ്ഡിതന്മാർ പഠിപ്പിച്ചത് ചിരി അധികരിച്ച് കൽബ് മരവിച്ചാലുണ്ടാകുന്ന അപകടങ്ങളിലെ മറ്റൊന്നാണ് നിഫാഖ് ഹൃദയത്തിലേക്ക് കടന്നുകൂടും. ഹൃദയത്തിലേക്ക് നിഫാഖ് കടന്നുകൂടും, കാപട്യം കടന്നുകൂടും. കാപട്യം ഹൃദയത്തെ പിടികൂടിയാലുള്ള പ്രശ്നം എന്താണ് പ്രിയമുള്ളവരെ? കാപട്യം പിടികൂടിയാലുള്ള പ്രശ്നം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നരകത്തിന്റെ അടിത്തട്ടിലാണ് മുനാഫിക്കുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന വചനങ്ങൾ കാണാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കണം, ഇന്ന ആളുകളൊക്കെ മുനാഫിക്കുകളാണ്. ഇത് അറിഞ്ഞ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പിന്നെ റസൂലുള്ള പറഞ്ഞു കൊടുത്ത സ്വഹാബിയുടെ കൈ പിടിച്ചുകൊണ്ട് ചോദിക്കാണ്, ഹുദൈഫ, എന്റെ പേരെങ്ങാനും അല്ലാഹുവിന്റെ റസൂല് മുനാഫിക്കുകളുടെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് തന്നപ്പോ എന്റെ പേരെങ്ങാനും അല്ലാഹുവിന്റെ റസൂൽ എണ്ണിയോ, എന്റെ പേരെങ്ങാനും എണ്ണിയോ എന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കാം. പൊട്ടിക്കരയുന്ന ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുനീര് കണ്ട് സ്വഹാബി പറഞ്ഞു, ഇല്ല ഉമറേ, നിങ്ങളുടെ പേരതിലില്ല, ആരുടെയൊക്കെ പേരാണ് അതിനുള്ളത് എന്ന് ദയവ് ചെയ്ത് താങ്കൾ എന്നോട് ചോദിക്കരുത്. ആ മുനാഫിക്കുകളുടെ ലിസ്റ്റിൽ എന്റെ പേരില്ല എന്ന് കേട്ടപ്പോഴാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ സമാധാനത്തോടെ മടങ്ങുന്നത്. ആരാ ഉമർ? സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്ന് റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയ വ്യക്തിയാണ് ഉമർ ഇബ്നു ഖത്താബ്. സ്വർഗത്തിലെ ഒന്നാമൻ സ്വഹാബികളെ, നിങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗത്തിലെ ഒന്നാമൻ അബൂബക്കറാണ്, സ്വർഗത്തിലെ രണ്ടാമൻ ഉമറാണെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ നാവ് കൊണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഉമർ ഇബ്നുൽ ഖത്താബ്. അൻത ഫാറൂഖ് യാ ഉമർ, ഉമറെ സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന വ്യക്തിയാണ് ഉമറെ താങ്കളെന്ന് ഫാറൂഖ് എന്ന സ്ഥാനം റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ട് കിട്ടിയ വ്യക്തിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു സ്വകാര്യ സൂക്ഷിപ്പുകാരനായ മഹാനായ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് ചോദിക്കുന്നത്, നിന്റെ പേരെങ്ങാനും മുനാഫിഖിന്റെ ലിസ്റ്റിൽ അല്ലാഹുവിന്റെ റസൂൽ എണ്ണിയിട്ടുണ്ടോ? സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചിന്തിക്കണം, നമ്മൾ എത്രത്തോളം ആലോചിക്കണം, നമ്മുടെ ജീവിതത്തെ കുറിച്ച് നന്നായി വിലയിരുത്തുക, കൂടുതൽ മരണചിന്തയുള്ളവരായി മാറാം. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. കൂടുതൽ ഇബാദത്തുകളിലേക്ക് അടുത്ത് നിൽക്കുക, അല്ലാഹുവിന്റെ ദീനുമായി ഖൽബിനെ ബന്ധപ്പെടുത്തുക, അടിയുറച്ച തൗഹീദിൽ ഉറച്ചു നിൽക്കുന്ന അഖീദയിൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്ന ആളുകളായി മാറാം. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മാസം പരിശുദ്ധ മുഹറം മാസത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സവിശേഷതകൾ പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയ വിഷയങ്ങളാണ്. അതുപോലെ മുഹറം 9-10 ദിവസങ്ങളിലെ നോമ്പിന്റെ മഹിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫർളായ നോമ്പ് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റമളാനിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുഹറത്തിന്റെ
നോമ്പിനെ കുറിച്ച് 9-10 ദിവസങ്ങളിലെ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ദിവസത്തിലെ നോമ്പ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മറന്നുകൂടാ, അതിൽ ശ്രദ്ധയുള്ളവരായി മാറുക. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു ശിഫാഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു വ്യക്തി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ രോഗത്തെ അല്ലാഹു വളരെ പെട്ടെന്ന് ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ മനസ്സിന് അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്നും അവരുടെ ജീവിതത്തിൽ നിന്നും അല്ലാഹു അകറ്റി കൊടുക്കുമാറാവട്ടെ. ഇന്ന് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ സഹോദരി, ആ സഹോദരിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട അവരുടെ ബന്ധുക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടത്തെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പിഴവുകളിൽ നിന്നും എല്ലാ കുറ്റങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഈ നാടിന് അല്ലാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നാടിന്റെ സ്വസ്ഥത അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.